ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ ഒരു ആമ്പൽ പൂവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് നമ്മുടെ ഓല കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓല ഇതുകൊണ്ട് മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഓലക്കൊടി അല്ലേ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ രണ്ട് ഓല എടുത്തിട്ടുണ്ട്, രണ്ട് ഓലക്കൊടി എടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് അതിന് ഈർക്കൾ സെപ്പറേറ്റ് ചെയ്ത് ഈ ഒരു ലെങ്ത്തിലുള്ള രണ്ടെണ്ണവും സെപ്പറേറ്റ് ചെയ്ത് എടുത്തു. അപ്പം 4 ഇതൾ വരും അല്ലേ അച്ഛാ? 4 ഇതൾ വന്നിട്ടുണ്ട്, കണ്ടല്ലോ. അതിൻ്റെ 4 എണ്ണം ഉണ്ട്. ഇനി അത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് അച്ഛൻ കാണിച്ചു തരും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് 4 ഓലച്ചീന്ത് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇനിയിപ്പോൾ അതൊന്ന് 2 എണ്ണം എടുത്തിട്ട് അച്ഛൻ കാണിച്ചു തരും. അച്ഛൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ, അത് നമ്മൾ ഇതിന് മുൻപത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. പമ്പരം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കണ്ടല്ലോ, 2 എണ്ണവും നടുമടക്കിയിട്ട് ഈ ഒരു രീതിയിൽ വച്ചിട്ടുണ്ട്, കണ്ടല്ലോ. ഓക്കെ, എന്നിട്ട് അടുത്ത ഓല എടുത്തിട്ട് ഈ സംഭവം ഉണ്ടാക്കുന്നത് നമ്മളിതിന് മുന്നത്തെ നമ്മളൊരു കൊറോണ സ്റ്റാർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ കാണിക്കുന്നുണ്ട് ആ ഒരു രീതിയിലാണ്. 4 എണ്ണവും നടുമടക്കിയിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്ത് വെച്ചേക്കുവാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത്, കണ്ടല്ലോ. നാലെണ്ണവും നമ്മളത് ക്രോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കണ്ടല്ലോ ഫ്രണ്ട്സ്. നമ്മളൊരു പമ്പരം ഉണ്ടാക്കുന്ന പോലെ തന്നെ, അതായത് ഇത് 2 എണ്ണം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെന്നുള്ളൂ, കണ്ടല്ലോ. ഇത് നമ്മൾ കൊറോണ സ്റ്റാർ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കിയ സെയിം മോഡലിൽ തന്നെയാണ് ഈ ഒരു രീതിയിൽ മുടഞ്ഞെടുത്തിരിക്കുന്നു. ഓക്കെ, ഇനി ബാക്കിയുള്ളത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. പിന്നെ അതിൻ്റെ മുകളിൽ ഒരു പമ്പരം കൂടി. ഓക്കെ, കണ്ടല്ലോ. ഇതൊന്ന് ഒരെണ്ണം എടുത്ത് ഇപ്പുറത്തേക്ക് വെച്ചു. അതിൻ്റെ നേരെ കണ്ടല്ലോ, ഈ ഒരു രീതിയിൽ തന്നെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ എടുക്കാൻ പറ്റും. ഈ ഒരു രീതിയിൽ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചെടുത്താൽ മതി. എല്ലാം അതിൻ്റെ മേളിലോട്ടായിട്ട് മടക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ലാസ്റ്റത്തത് കണ്ടല്ലോ, ഒന്ന് ക്രോസ് ചെയ്ത് അങ്ങ് വെച്ച് കൊടുക്കുക. അപ്പം കണ്ടല്ലോ, ഇപ്പോൾ 2 തട്ടുള്ളൊരു പമ്പരം പോലെ ആയിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആമ്പലിൻ്റെ ഒരു ഇതൾ. ഓക്കെ, ഇനി നമുക്കിത് ഇതളാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കണ്ടല്ലോ, ഒരു എണ്ണം എടുക്കുക. അതെടുത്തിട്ട് നോക്കിക്കോളൂ, കണ്ടല്ലോ. ഒന്ന് ഇങ്ങനെ മടക്കി, അതിൻ്റെ ബാക്കോട്ടാണ് മടക്കുന്നത്. മടക്കിയിട്ട് കണ്ടല്ലോ, കറക്റ്റായിട്ട് നോക്കിക്കോളൂ, കണ്ടോ. ഈ ഒരു രീതിയിൽ വെച്ച് അവിടെ തന്നെ അതിനോട് ചേർന്നിട്ടുള്ള കണ്ടല്ലോ, അവിടെ തന്നെ ആ ഒരു ഇതിൽ ലോക്ക് ചെയ്ത് നമ്മൾ അത് വയ്ക്കുകയാണ് ചെയ്യുന്നത്, കണ്ടല്ലോ. അപ്പോൾ കറക്റ്റായിട്ട് കണ്ടോ, ഈ ഒരു ഇതള് പോലെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരിക്കും നമുക്കിവിടെ, കണ്ടോ. ഇനി അടുത്ത എഡ്ജിലും അതുപോലെ തന്നെ അല്ലേ അച്ഛാ? ഈ 4 കോർണറിലും ഇതുപോലെ വെക്കുന്നുണ്ടാവും ഇല്ലേ അച്ഛാ? ഓക്കെ, 4 കോർണറിലും നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്, കണ്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കണ്ടല്ലോ 4 ഭാഗത്ത് എതളായിട്ടുണ്ട്, കണ്ടല്ലോ. ഈ ഒരു രീതിയിൽ നമുക്ക് 4 ഭാഗത്ത് എതളായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുകളിൽ കിടക്കുന്ന 4 എണ്ണം ഇല്ലേ, അതിലാണ് നമ്മൾ ഇതിൻ്റെ ബാക്കി ഭാഗം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് അച്ഛൻ കാണിച്ചു തരും. ഓക്കെ, അച്ഛൻ സ്റ്റാർട്ട് ചെയ്തോളൂ. കണ്ടല്ലോ, ഒരെണ്ണം എടുത്തിട്ട് ഒന്നുകൂടി കാണിച്ചു കൊടുത്തേക്ക് വെച്ചാൽ ഈ ഓലക്കൊടി ഒരു ഒറ്റ വള കണ്ട. അതിങ്ങനെ എടുക്കുമ്പോൾ തന്നെ നമ്മൾ ഇപ്പം ഇത് സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. എനിക്കറിയത്തില്ല, ഞാൻ നോക്കട്ടെ. ഇങ്ങനെയല്ല അച്ഛാ? ഇങ്ങനെ കണ്ടല്ലോ. ഈ ഒരു രീതിയിൽ വരുന്ന രീതിയിൽ നമ്മളത് എടുത്തിട്ടുണ്ട്, കണ്ടോ. ആ ഒരു മന വരുന്ന രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ആ കണ്ടല്ലോ, ഈ ഒരു രീതിയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അടുത്തതും അതുപോലെ നമ്മൾ എടുക്കുകയാണ്, കണ്ടല്ലോ. ഈ ഒരു രീതിയിൽ ഈ മുകളിലുള്ള 4 എതളും 4 ഓലയുടെ ഇതും നമ്മൾ കണ്ടല്ലോ ഈ ഒരു രീതിയിൽ മടക്കി അകത്തേക്ക് വയ്ക്കുക. അപ്പം നമ്മുടെ ആമ്പലിൻ്റെ ബാക്കിയുള്ള
ഇതൾ കൂടി കറക്റ്റായിട്ട് വരും. ഫ്രണ്ട്സ്, അപ്പോൾ കണ്ടല്ലോ നമ്മൾ ഇപ്പോൾ ചെയ്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അമ്പലം ഉണ്ടാക്കുന്നതിനുള്ള ഫസ്റ്റത്തെ ലെയർ വന്നു, രണ്ടാമത്തെ തട്ടും കണ്ടല്ലോ നമ്മൾ കാണിച്ച ആ ഒരു രീതിയിൽ 4 എണ്ണം ഉള്ളതിനെ മടക്കി എടുത്തിട്ടുണ്ട്. അച്ഛൻ കണ്ടല്ലോ. ഇനി നമ്മൾ ഇതിന് താഴെ ഉള്ള ഓലകളെ കുറച്ചധികം ഓല എന്താ പറയുക, ഇവിടെ ഇങ്ങനെ 4 എണ്ണം ഉണ്ടായിരിക്കും. അതിനെ നമ്മൾ ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് 8 എണ്ണം ഉണ്ടാവും. ഇതിൽ 4 എണ്ണം. ഇവിടെ 4 എണ്ണല്ലേ? ഓക്കെ, അപ്പോൾ 8 എണ്ണം ഉണ്ടായിരിക്കും. നമ്മൾ ആ ഉള്ള ഭാഗങ്ങളെല്ലാം ഇനി 4, 5, 6 എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ കൂട്ടി പിടിച്ചിട്ട് ഒരു കെട്ട് കെട്ടണം അല്ലേ അച്ഛാ? കണ്ടല്ലോ, ഒരു ഓലക്കൊടിയുടെ ഒരു നാരെടുത്തിട്ട് നമ്മൾ പൂക്കളൊക്കെ കെട്ടുന്ന കണ്ടിട്ടില്ലേ, നമ്മൾ ഈ ബൊക്കയ്ക്കും പറ്റയ്ക്കും അതുപോലെ ഒരു കെട്ടങ്ങ് കെട്ടി വച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആമ്പൽ റെഡിയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ കണ്ടല്ലോ, ഇതാണ് നമ്മുടെ അമ്പൽപ്പൂവ്. കണ്ടല്ലോ, നല്ല ലെയറൊക്കെ ആയിട്ട് കിഡിലുമായിട്ട് വന്നിട്ടുണ്ട്. കണ്ടല്ലോ. ഓക്കെ, അപ്പം എല്ലാവരും ഒന്ന് വീട്ടിൽ ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയമോ കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ വരാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. പറയാൻ മറന്നുപോയി, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്